നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തോമസ് ഐസക്കിനും സുരേഷ് ഗോപിക്കും താക്കീത്. തോമസ് ഐസക്കിന് താക്കീത് നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിലാണ്. കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തത് ചട്ടലംഘനമെന്ന് വരണാധികാരി ചൂണ്ടിക്കാണിച്ചു. ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് താക്കീത് നൽകി. റിപ്പോർട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വരണാധികാരി കൈമാറി. UDFന്റെ പരാതിയിലാണ് വരണാധികാരി നടപടി സ്വീകരിച്ചത്. അതേസമയം സുരേഷ് ഗോപിയോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടിയിരിക്കുകയാണ്. LDF പരാതിയിലാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള നീക്കം. 2 ദിവസത്തിനകം NDA സ്ഥാനാർത്ഥി വിഷയത്തിൽ വിശദീകരണം നൽകണമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വോട്ട് അഭ്യർത്ഥന കുറിപ്പിൽ പ്രിന്റിംഗ് വിവരങ്ങളില്ല എന്നതടക്കമുള്ള ആരോപണമാണ് LDF ഉന്നയിച്ചത്. അതേസമയം നേരത്തെ പത്തനംതിട്ടയിൽ തോമസ് ഐസക് കുടുംബശ്രീ അംഗങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് UDF പരാതിയുമായി വരണാധികാരിക്ക് മുന്നിലെത്തുകയായിരുന്നു. പരിപാടിയുടെ വീഡിയോ ദൃശ്യങ്ങളും തെളിവായി നൽകിയിരുന്നു. ഇവയെല്ലാം പരിശോധിച്ച ശേഷമാണ് വരണാധികാരി നടപടിയെടുത്തത്. ചട്ടലംഘനമെന്ന് പറഞ്ഞ വരണാധികാരി ഇനി പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് താക്കീത് നൽകി. റിപ്പോർട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ട്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് LDF പരാതി നൽകിയത്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുകയാണ്. CPI ജില്ലാ സെക്രട്ടറിയും LDF തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷററുമായ KK വത്സരാജാണ് പരാതി നൽകിയത്. സ്ഥാനാർത്ഥിയുടെ അപേക്ഷയിൽ ആവശ്യം വേണ്ട പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇല്ല എന്നതാണ് പരാതിക്ക് അടിസ്ഥാനമായ കാര്യം. ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പരാതി നൽകിയത്. ജില്ലയിലെ മുഖ്യ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറാണ് സ്ഥാനാർത്ഥിയോട് വിശദീകരണം തേടിയത്. സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വ്യാപകമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതായ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു നീക്കവും കൂടി. എന്തായാലും സ്ഥാനാർത്ഥികളൊക്കെ ഈ ഒരു വോട്ട് തേടിയുള്ള യാത്രയിലാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആവേശത്തിലാണ് എല്ലാ അണികളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും എല്ലാ മണ്ഡലങ്ങളിലും. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ LDF, UDF, BJP അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന് മുന്നേ തന്നെ പ്രചാരണ പരിപാടികളൊക്കെ തുടങ്ങിയിരുന്നു. ഇപ്പോഴും പ്രചാരണ പരിപാടികളൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം എന്തായാലും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് അടുത്ത മാസം, അതായത് ഏപ്രിൽ മാസത്തിലാണ്. ഇനിയും ദിവസങ്ങളുടെ കാത്തിരിപ്പുണ്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. ഇത്തവണ കേരളം ആർക്കൊപ്പം നിൽക്കുമെന്നതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നം. കഴിഞ്ഞ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട കാഴ്ചയാണ്. കോൺഗ്രസിനായിരുന്നു 19 സീറ്റ്, ഈ 1 സീറ്റ് മാത്രം LDFന് കിട്ടി. ഇത്തവണ എന്താണ് കേരള ചരിത്രത്തിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ ആ ഒരു തെരഞ്ഞെടുപ്പ് വിധി എന്താകുമെന്നത് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഉറ്റുനോക്കുന്നത് BJP താമര വിരിയിക്കുമോ എന്ന ആ ഒരു കാര്യത്തിലേക്ക് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. BJPക്ക് പ്രതീക്ഷ പുലർത്തുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി. അദ്ദേഹം അവിടെ വിജയിക്കുമോ എന്നത് വളരെ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ LDF അദ്ദേഹത്തിനെതിരെ പരാതി. മാത്രമല്ല തോമസ് ഐസക്കിൻ്റെ സ്ഥാനാർത്ഥിത്വവും അതും വളരെ ഉറ്റുനോക്കുകയാണ്. അദ്ദേഹം ജയിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും ഇപ്രാവശ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഈ 3 മുന്നണികളും ഇറക്കിയിരിക്കുന്നതെന്നും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതിനിടയിൽ സ്ഥാനാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, സ്ഥാനാർത്ഥികൾക്കെതിരെ പരാതി ഉയരുന്നു. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ ഇതിനിടയിൽ ഉണ്ടാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.